ഇന്ന് ഒരുപാട് പേർക്ക് വിഷ്ണുവാശാത്തിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ടാവും. പക്ഷേ ചിട്ടയായ രീതിയിൽ അതിൻ്റേതായ രീതിയിൽ പ്രാർത്ഥിച്ചാൽ ഇത്രയേറെ ഗുണങ്ങൾ തരുന്ന വേറെ മൂർത്തിയില്ല. പക്ഷേ ഒരുപാട് പേർക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് സ്വാമിയെ വെച്ച് കൊണ്ടുപോവേണ്ടത്, ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല. നമ്മൾ അതിൻ്റേതായ രീതിയിൽ മുടങ്ങാതെ അതേപോലെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയേറെ ഗുണങ്ങൾ തരുന്ന വേറൊരു മൂർത്തിയില്ല. പലരും തുടക്കത്തിൽ നല്ല ആവേശത്തിൽ കൊണ്ടുപോയി അവസാനം നമ്മൾ സ്വാമിയെ കാര്യം നടന്നു കഴിഞ്ഞാൽ മറന്ന് കളിക്കുന്നൊരു സ്വഭാവമാണ്. അവർക്ക് ഒരിക്കലും ഗുണത്തിനേക്കാളും ദോഷമാണ് ചെയ്യുക. അതിലുപരി സ്വാമിയെ പേടിച്ച് ഭയന്ന് ആ ഒരു രീതിയിൽ പ്രാർത്ഥിക്കുന്നവരാണ്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരു ഗുണവുമില്ല. നമ്മൾ എവിടെയെങ്കിലും ഒരു പരസ്യം കണ്ട് അതേ രീതിയിൽ വിളിച്ച് അവർ പറയും, എല്ലാവരുമല്ല, ഒരു ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിൽ നടക്കുന്നതാണ്. ഒരു പൂജ പറയും 25,000 50,000. നമുക്ക് ഉള്ളിൽ ഭയം കൊണ്ട് എവിടുന്നെങ്കിലും കടം മേടിച്ച് നമ്മൾ അത് ചെയ്യും. കടം മേടിച്ച പൈസ കൊണ്ടൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ചാത്തൻ പറഞ്ഞിട്ടുമില്ല. നമ്മൾ കൊടുക്കണം, പക്ഷെ അതിൻ്റേതായ സമയത്ത് മാത്രം നമുക്ക് കൊടുക്കണം. പല ഈ ബിസിനസ് പരമായിട്ട് നടത്തുന്ന ക്ഷേത്രങ്ങളും നമ്മുടെ ഉള്ളിലൊരു ഭയമുണ്ടാകും. ഇത് ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കും. പിന്നെ ഒരു ഭൂരിഭാഗം ആളുകളുടെയും മനസ്സിൽ അത് ഒരു ഈശലായിട്ട് ഇങ്ങനെ എപ്പോഴും നിലനിൽക്കും. അപ്പോൾ നമുക്കില്ലാത്ത പൈസ എവിടുന്നെങ്കിലും കണ്ടെത്തുന്നുള്ള കാര്യം നമ്മൾ ഉറപ്പാണ്. ഭൂരിഭാഗം പേര് സ്വാമിയെ നന്നായിട്ട് ചെയ്യുന്ന ഒരുപാട് അമ്പലങ്ങളുമുണ്ട്. നല്ല രീതിയിൽ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്ത് അതിൻ്റേതായ രീതിയിൽ ചെയ്യുന്ന അമ്പലങ്ങളുമുണ്ട്. പക്ഷേ കൂടുതൽ ആളുകളും ചെന്നെത്തിപ്പെടുന്നത് ബിസിനസ് പരമായിട്ടുള്ള അങ്ങനെ ഒരു ചിന്തയുള്ള അമ്പലങ്ങളിൽ മാത്രമാണ്. നമ്മളങ്ങനെ പോയി പ്രാർത്ഥിച്ചിട്ട് ഒരു ഗുണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരാളെ തകർക്കാനോ അതുപോലെ അവന് പണി കൊടുക്കാനോ ആ ഒരു രീതിയിൽ നമ്മൾ വല്ലതും നമ്മൾ നേർന്നിട്ട് അതുപോലെ പൂജ കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ആദ്യത്തിൽ നല്ലൊരു ഉയർച്ച ഉണ്ടാവും. ആ ഒരു ഭാഗത്ത് സ്ഥലപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അതുപോലെ എന്ത് കാര്യമായിക്കോട്ടെ അത് ആദ്യം ഒരു വിജയം ഉണ്ടാവും. പക്ഷേ അത് മെല്ലെ മെല്ലെ കഴിയും തോറും അത് നമുക്ക് തന്നെ അതിൻ്റെ ഇരട്ടിയുടെ നമുക്ക് തിരിച്ചടിക്കും. നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അതിൻ്റേതായ രീതിയിൽ നമ്മൾ തുടർച്ചയായിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഗുണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു കൂട്ടുകാരനെ പോലെ ചാത്തിനെ കൊണ്ടു നടക്കുക എന്നാണ്. ഒരു ദൈവത്തിൻ്റെ ഒരു ഇത് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൂട്ടുകാരനോട് എങ്ങനെയാണ് സംസാരിക്കുക ആ രീതിയിൽ സംസാരിക്കുക. അത് എന്ത് പറയാനുണ്ടെങ്കിലും അത് ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള പൈസയോ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ കൊടുത്താൽ മതി. പിന്നെ ആവശ്യമില്ലാത്ത ഒരുപാട് ഇത് നേരരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു പണി കിട്ടും. കാരണം നമ്മൾ ഇത് ശരിയായി കഴിഞ്ഞാൽ ഇത് നൽകാം, അങ്ങനത്തെ ഒരു വാഗ്ദാനം നമുക്ക് പറ്റാവുന്നതേ നമ്മൾ നേരാൻ പാടും. ഭയങ്കര ശ്രദ്ധയോടുകൂടി ചെയ്യണം. അതിനേക്കാൾ നല്ലത് നമ്മൾ എല്ലാവർക്കും അറിയാമായിരിക്കും, മറ്റേ ആവണങ്ങാട്ടിൽ കളരി എന്ന് പറയും. അവിടെ നമ്മൾ മാസത്തിൽ പോവുക. അതുപോലെ നമുക്ക് പറ്റുന്ന ഒരു ചെറിയൊരു തുക, അത് 10 രൂപ ആയിക്കോട്ടെ 20 രൂപ ആയിക്കോട്ടെ, അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഒരിക്കലും നമുക്കില്ലാത്ത പൈസ കണ്ടെത്തി അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആദ്യം നമ്മൾ ഉള്ളിൽ നിന്ന് ഒഴിവാക്കുക. അത് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു
കാര്യമേ നമ്മൾ ചിന്തിക്കരുത്. ചാത്തന് എല്ലാവരെയും ഒരുപോലെയാണ്. നമ്മളെങ്ങനെ അങ്ങോട്ട് നിൽക്കുന്നോ അതുപോലെ ഇങ്ങോട്ടുമാണ്. അതുപോലെ ഉപാസന സേവ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടവർക്ക് അതിനൊരു നിയോഗം വേണം. അത് നമ്മളായിട്ട് എത്തിപ്പെടുക ചെയ്യാം. അതിന് നമ്മൾ ശ്രമിക്കണം, പക്ഷേ അതിനൊരു നിയോഗം കൂടെ വേണം. അങ്ങോട്ടൊന്നും കടന്നിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ ശരിയായ രീതിയിൽ നേരം പോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മണിയായിട്ട് നടക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും ഈ ചതിക്കുഴികൾ അതിലൊന്നും പോയി വിടരുത്. നമ്മൾ നേരായ രീതിയിൽ പ്രാർത്ഥിക്കുക, അതിൻ്റേതായ ഗുണങ്ങൾ എന്തായാലും തിരിച്ചു വരും. ഈ യൂട്യൂബിലൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് മന്ത്രങ്ങൾ ഒരുപാട് പേര് മലബാരമായിട്ടും അതുപോലെ ഒരുപാട് മന്ത്രങ്ങൾ കാണാൻ കഴിയും. പക്ഷേ ഒരിക്കലും നമ്മൾ ഒരു ഗുരുവിൻ്റെ ഒരു ഇതില്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് തിരിച്ചടിക്കും. കാരണം ഓരോ മന്ത്രത്തിനും ഓരോ നമുക്ക് ചൊല്ലേണ്ട രീതിയുണ്ട്, എത്ര തവണ, അതുപോലെ ഏത് നേരത്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊരു തമാശയ്ക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് വലിയൊരു പ്രശ്നത്തിലെത്തിക്കും. അതൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരുപാട് പേര് ചെയ്യുന്ന ഒരു പൊട്ടത്തരങ്ങളാണ്. ഇത് അതിൻ്റേതായ വിലയുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ഗുണം കിട്ടുകയും ചെയ്യും. അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ഒരു നല്ലൊരു ഗുരുവിനെ കണ്ടെത്തുക എന്നാണ് ആദ്യത്തെ ഒരു ഇത്. അല്ലാതെ യൂട്യൂബിൽ ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഇത്ര ദിവസം കഴിഞ്ഞാൽ ഇത് നടക്കും, അത് ഒരുപാട് ഒരു വീഡിയോയ്ക്ക് റീച്ച് കിട്ടാനും വേണ്ടിയിട്ടും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതാദ്യം മനസ്സിലാക്കുക. നമ്മൾ ആവണങ്ങാട്ടിൽ കളരി എന്ന് പറയും, തൃശ്ശൂർ. എല്ലാവർക്കും അധികം സുപ്രസിദ്ധമായ ചാത്തൻ്റെ അമ്പലമാണ്. പ്രാർത്ഥിക്കുമ്പോൾ മാസത്തിൽ ഒരു തവണ പോവുക. അതുപോലെ നമുക്ക് കഴിയുന്ന 1 രൂപയോ 2 രൂപയോ അല്ലെങ്കിൽ നമുക്ക് കൂടുതലുണ്ടായിരിക്കാം, അതുപോലെ നമുക്ക് പറ്റുന്ന കർമ്മങ്ങൾ ചെയ്യാം. അത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരും. അതും നമ്മൾ ദിവസം മുടങ്ങാതെ ഒരു ചെറിയൊരു സമയം ഇതിനായിട്ട് മാറ്റിവെച്ച് അതുപോലെ മുന്നോട്ട് പോകാം. ഇനി എടുത്തു പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ചതിക്കുഴിയിൽ വീണ് പോകരുത്. ഒരുപാട് നല്ല അമ്പലങ്ങളുണ്ട് ചാത്തൻ സ്വാമി അതേപോലെ കൊണ്ട് നടക്കുന്നു. അവിടെ എത്തിപ്പെടാൻ ശ്രമിക്കുക. ചാത്തൻ സ്വാമിയോട് നമ്മൾ അങ്ങോട്ട് എങ്ങനെ നിൽക്കുന്നോ അതേപോലെ ചാത്തൻ സ്വാമി ഇങ്ങോട്ട് നിൽക്കും. നമ്മൾ വിചാരിക്കാത്ത, സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷെ കൊണ്ട് നടക്കുന്ന പോലെ അത് നമ്മൾ ചിട്ടയായിട്ട് കൊണ്ട് നടക്കുക. മാസത്തിൽ ആവണങ്ങാട്ടിൽ കളരിയിൽ ഒന്ന് ദർശനം നടത്തുക. നമുക്ക് പറ്റുന്ന ഒരു ചെറിയൊരു തുക നമ്മൾ ഇടുക, ഇല്ലെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ സ്വാമിയോടുള്ള പ്രാർത്ഥന നമ്മൾ നിർത്താൻ പാടില്ല. പിന്നെ ചാത്തൻ്റെ ഭക്തന്മാർക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. മറ്റുള്ളവർ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളെ നാശത്തിന് വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഏക്കത്തില്ല. അതിനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവില്ല. ഇത് 100% ഉറപ്പാണ്. എത്രത്തോളം വലിയ എന്തൊക്കെ മറ്റുള്ളവർ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളൊന്നും ഏൽക്കാൻ പോകണില്ല. ഇനിയും ചാത്തനെ കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങൾ, സംശയങ്ങളൊക്കെ തീർത്തിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഇനി വരും ദിവസങ്ങൾ ചെയ്യുന്നതായിരിക്കും.